ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായം വായിക്കുമ്പോൾ 10-ാം അധ്യായം അതിൻ്റെ 21 വാക്യം വായിക്കുമ്പോൾ 21, 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ 23, 24 അത്രയും വാക്യം വായിക്കുമ്പോൾ വായിച്ച് 21 മുതൽ 10. എന്തിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്? ഇവിടെ തൊട്ട് മുകളിൽ കിടക്കുന്ന 20-ാം വാക്യം വായിച്ചേ. 20 വായിച്ചേ. അല്ല, നിങ്ങളുടെ പേർ. അപ്പൊ സന്തോഷിക്കേണ്ടത് എന്തിൽ? ആനന്ദവും സന്തോഷവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും സകലതും നമ്മൾ അർപ്പിക്കേണ്ടത് എന്തിൽ? ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പച്ചൻ പറയുകയാണ്, സ്തോത്രം, മറ്റൊന്നിലുമല്ല മക്കളെ സന്തോഷം. സന്തോഷിക്കേണ്ടത് സ്വർഗീയമായതിലാണ് സന്തോഷിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഭൂമിയിലുള്ളതിൽ സന്തോഷിക്കേണ്ടതല്ല. അതിൻ്റെ അർത്ഥം നമുക്കെല്ലാം ആവശ്യമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നമുക്ക് സകലവും, ശകലമെന്നല്ല, എന്തന്വേഷിക്കുമ്പോൾ രാജ്യവും നീതിയും. ആരുടെ രാജ്യം? ദൈവത്തിൻ്റെ രാജ്യം എന്നിൽ വരണമെങ്കിൽ എൻ്റെ രാജ്യം എന്ത് ചെയ്യണം? ഞാൻ എന്തുമാത്രം കെട്ടിപ്പൊക്കി വലുതായിരിക്കും വെച്ചിരിക്കുക എൻ്റെ രാജ്യത്തെ. 10, 25, 40, 45 വർഷം കൊണ്ട് പ്രാർത്ഥിച്ച് ഒരു വലിയൊരു രാജ്യം പണിത് വെച്ചിരിക്കുക എൻ്റെ രാജ്യം. ഇതിടിയത് എങ്ങനെ കർത്താവിൻ്റെ രാജ്യം വരും? ഞാൻ പണിത് എൻ്റെ രാജ്യം പണിത് വെച്ചിരിക്കുക. പക്ഷെ അവിടെ കർത്താവിൻ്റെ രാജ്യം, മുമ്പേ അവൻ്റെ രാജ്യം. ആരുടെ രാജ്യം? യേശുവിൻ്റെ രാജ്യം. അടുത്ത് 2, യേശുവിൻ്റെ നീതി. നമുക്ക് ഒരിക്കലും നമ്മുടെ നീതിയൊന്നും നീതിയാകത്തില്ല. യേശുവിൻ്റെ നീതി എന്ത്? നമ്മുടെ നീതി. 2 ദൈവത്തിന് സ്വത്രം. അപ്പം മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ എന്ത് കിട്ടും? അല്പം കിട്ടുമെന്നാണോ? പിന്നെ സകലവും കിട്ടും എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇപ്പം ഇവിടെ ആഹാരം ഒരുക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കും അല്ലേ? നമ്മൾ വിശന്നൊക്കെ ഇരുന്നാൽ നമ്മൾ ഒരിക്കലും നിറയെ ആഹാരം കഴിക്കുമെന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ നമ്മുടെ വയറിന് കൊള്ളുന്നത്, ഇനി ഒരു കല നിറച്ചിരുന്നാലും എല്ലാം കഴിക്കാം എന്ന് വിചാരിച്ചപ്പോൾ കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ശാലിനിക്ക് വേണ്ടുന്നത് അതോടുകൂടെ സകലം കിട്ടുമെന്ന് ഞാൻ അർത്ഥം എന്താ? ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം, എന്തായാലും 2 കലം നിറച്ച് ചോറുണ്ട് അവിടെ, അതിൽ ഒരു കലത്തിരിക്കുന്ന മുഴുവനും ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ? ഇന്നലെ കഴിച്ചില്ല, മെനഞ്ഞാന്ന് കഴിച്ചു. ഞാൻ ഉദാഹരണം പറയുക. ഇന്നലെ മെനഞ്ഞാന്ന് കഴിച്ചില്ല, 1 മാസം കൊണ്ട് കഴിച്ചില്ലെന്ന് വെച്ചോ, ഇന്ന് വന്നെന്ന് വെച്ചോ, ആ 1 കലം ചോറ് എനിക്ക് കഴിക്കാൻ പറ്റുമോ? പിന്നെ എൻ്റെ ആവശ്യത്തിനല്ലേ കഴിക്കാൻ പറ്റൂ. അർത്ഥം ദൈവത്തിന് അറിയാം എനിക്ക് എന്തൊക്കെ, എന്നെ എവിടെ വിടണം, എന്തൊക്കെ വേണം, അത് ദൈവത്തിന് അറിയാം. പക്ഷേ സകലവും കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള, എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും, ഇന്ന് മാത്രമല്ല, നാളെ മാത്രമല്ല, മറ്റന്ന് മാത്രമല്ല, അവസാനം വരെയും എന്നെ എവിടെ കൊണ്ടുപോകാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇവിടെയൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും. തരയും ചെയ്യും, ഇരുത്തുകയും ചെയ്യും. ചിലടത്ത് ഇരുത്തും, ചിലടത്ത് മിണ്ടാതാക്കും, ചിലടത്ത് ആരാധിപ്പിക്കും, ചിലടത്ത് സ്തുതിപ്പിക്കും, ചിലടത്ത് കർത്താവിൻ്റെ സ്ഥലത്ത് കണ്ണീരോടെ കരയാൻ പറയും, ചിലടത്ത് അവിടെ പിടിച്ചവിടെ എടുത്ത് മിണ്ടാതിരുന്നോ എന്ന് പറയും. എല്ലാം ചെയ്യും. എല്ലാം ചെയ്യുന്നത് ആരാ? ദൈവം. നമ്മൾ ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ വശത്തൂടെ പോകുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി യേശുവിലാണെന്ന്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ആ രാജ്യവും ആ നീതിയും ശാലിനിക്ക് വെളിപ്പെട്ടാൽ, ഞാൻ പറയാം, വേറൊന്നും വേണ്ട, നമുക്കത് വെളിപ്പെട്ട് കിട്ടിയാൽ. കർത്താവ് പറയുന്നു സന്തോഷിപ്പീൻ. അപ്പോൾ ഇത് എന്തിന് സന്തോഷിക്കും പറഞ്ഞു? ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ 20-ാം വാക്യം. അപ്പം നിങ്ങൾ വിചാരിക്കും, ദൈവമേ സിസ്റ്റർ ഇതെന്തോന്ന് പറയുന്നത്, ഒരുപാട് വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ട്, ഇതൊന്നും കിട്ടൂലെന്നാണോ? ഞാൻ പറയാം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ രാവിലെ ആകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം എന്ത് ചെയ്യും? ഞാൻ രാവിലെ എണീറ്റ് കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ മോനോട് വിളിച്ച്, മക്കളെ അവിടെ വരുന്നതിന് മുമ്പ് കഴിച്ചിട്ട് പറഞ്ഞേ. അമ്മ പറഞ്ഞില്ല, അകത്തുനിന്ന് വിളിച്ച് പറഞ്ഞു. താഴെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഇന്ന് പറഞ്ഞ കാര്യം. ഞാൻ താഴെ വന്നു, താഴെ നിന്നുകൊണ്ട് വിളിച്ചു, മക്കളെ മോനെ കഴിക്കണേ. അവൻ ചോദിച്ചില്ല. അടുത്ത് ഞാൻ പുറത്ത് വന്നു, വണ്ടി എടുക്കാൻ വന്നു, അവിടെ നിന്നുകൊണ്ട് ഇപ്പുറത്തൂടെ ജനലിൽ നോക്കി, മക്കളെ മോനെ ഡാ
കഴിച്ചിട്ട് പറഞ്ഞേ. അവൻ ചോദിച്ചുകൊണ്ടാണോ? അവൻ പറഞ്ഞുകൊണ്ടാണ്. അവൻ അറിഞ്ഞില്ല അമ്മ കാപ്പി ഉണ്ടാക്കിയെന്ന് പോലും അവൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ അവിടെ റെഡിയാക്കി എല്ലാം ഒതുക്കി അടച്ച് വെച്ചിട്ട് വന്ന്. എന്തുകൊണ്ടാ? അങ്ങനെയെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എന്നെ കരുതുന്ന വീതങ്ങളോർത്താൽ. ഹല്ലേലൂയ. അപ്പോ എനിക്ക് വേണ്ടിയുള്ളതെല്ലാം എൻ്റെ ദൈവം. നമ്മളെ പോലെ അല്ല ദൈവം. ദൈവം ആരെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ മനുഷ്യരാണല്ലേ. കുറച്ച് ജോലി ചെയ്യുമ്പോൾ നമ്മൾ തളരും, കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകില്ലേ. ഒരു പരിധി ഉണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. നമ്മൾ സ്നേഹിക്കുന്നതിനും കൊടുക്കുന്നതിനും കരുതുന്നതിനും മനുഷ്യനൊരു പ്രായം വരെ ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് ജോലിക്ക് പോകാനും പറ്റും. എന്നാൽ എൻ്റെ ദൈവം അങ്ങനെയല്ല. ആമേൻ. കർത്താവിന് പരിധിയില്ല, കർത്താവിന് പ്രായമില്ല, കർത്താവിന് വയസ്സകാലത്ത് ഇനി ആരോഗ്യമില്ലെന്ന് പറയാനില്ല, കർത്താവിന് കയ്യിലെടുക്കാനില്ലെന്ന് എല്ലാം ഉള്ളവനാണ് ആര്? എല്ലാം ഉള്ളവനാണ് ആര്? എൻ്റെ അപ്പൻ. ഇത് നമുക്ക് വെളിപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത വചനം വായിച്ചേ. അപ്പൊ സന്തോഷിപ്പീൻ. അടുത്ത് 21 ആ നാഴികയിൽ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് ആത്മാവിലായി. വേറെ ഒന്നും പറഞ്ഞപ്പോൾ കർത്താവ് ആത്മാവിലായില്ല. പക്ഷെ സ്വർഗീയമായത് പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴി വളർത്തൽ കേന്ദ്രം കണ്ടിട്ടുള്ള എല്ലാവരും കണ്ടിട്ടില്ലേ? എന്തിനാണ് കോഴി വിടുന്നത്? പാവം കോഴിക്ക് രാവിലെ ആകുമ്പോൾ തീറ്റി കൊടുത്ത്, ഉച്ചയ്ക്ക് തീറ്റി കൊടുത്ത്, വൈകുന്നേരം തീറ്റി കൊടുത്ത്. അപ്പോൾ കോഴിയമ്മ പറയുകയാണ്, മക്കളെ നീ വലുതായി 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 ഈ ഇന്ത്യ മുഴുവൻ നീ നിറയണം. അതിനാണോ കോഴി വളർത്തുന്നത്? ആളുകളെ വയർ നിറയും. അതല്ലേ? ആണോ? അല്ലേ? അപ്പോൾ ഈ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നത് ഈ ഭൂലോകം മുഴുവൻ കീഴടങ്ങാനാണോ? അല്ല. പിന്നെ കർത്താവ് തരുന്ന ഭക്ഷണത്തിലൂടെ ജീവിച്ച് ഈ ഭൂമിയിൽ എൻ്റെ സമയമാകുമ്പോൾ ക്രിസ്തു എന്ന തലയോളം ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞ് അവിടെ ചെല്ലണം. അതിനു വേണ്ടി കോഴിക്ക് ആഹാരം കൊടുത്ത് കൂട്ടിനകത്തിട്ടിരിക്കുന്നത് എന്തിനാണ്? അതിന് വില കിട്ടണം അല്ലേ? വെയിറ്റ് കിട്ടാനല്ലേ ആഹാരം കൊടുക്കുന്നത്. അതിന് അതത് സമയത്ത് വെയിറ്റ് കിട്ടാൻ വേണ്ടി ആഹാരം കൊടുത്ത് ഇഞ്ചക്ഷൻ, വെയിറ്റ് കയറാൻ ഇഞ്ചക്ഷന് മരുന്ന് കൊടുത്ത്, കോഴിക്ക് ഒരു അസുഖമുണ്ട്, ആ അസുഖം വന്നാൽ അതിനുള്ള ഗുളികം കൊടുത്ത് വിടുന്നത് എന്തിനാണ്? അവർക്ക് പൈസ കിട്ടണം, അത് വിൽക്കണം. യേശുവിനെ, അത് കോഴി വളർത്തുന്നവരുടെ ഉദ്ദേശം. പക്ഷെ ശാലിയെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇതിന്റെ വെയിറ്റിനനുസരിച്ച് പൈസ വാങ്ങിക്കുന്ന ഉദ്ദേശമല്ല. യേശുവിനെ പോലെ ആക്കി എന്നെ അവിടെ എത്തിക്കുക. ഓ ജീസസ്. ആ യാത്രയിൽ ശാലി എവിടെ കൊണ്ടുപോയാലും എനിക്ക് വേണ്ടുന്നതെല്ലാം, ഓ ഹമേ ഹമേ ഹമേ, നമ്മുടെ കുടുംബത്തിനകത്ത് വേണ്ടുന്നതെല്ലാം എൻ്റെ അപ്പൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തനായി അവർ ചോദിക്കുന്നതിനേക്കാൾ മുമ്പായി 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 ദൈവത്തിന് അറിയാം. നേരത്തെ ദൈവദാസൻ പ്രസംഗിച്ചു, ദൈവത്തിന് അറിയാം ഇവര് വെള്ളം ദാഹിക്കും, ഇവിടെ വരുമെന്ന് അറിയാം. അതിന് മുമ്പേ വെള്ളത്തിന് അവിടെ ആക്കി, അവരെത്തും മുമ്പേ വെള്ളത്തിന് അവിടെ ആക്കി. ഇവരറിഞ്ഞില്ല. കണ്ടു? നമ്മളെത്തും മുമ്പ് നമുക്ക് വേണ്ടിയുള്ളതെല്ലാം നേരത്തെ നിങ്ങൾ കേട്ടതാണ്. നമ്മളെത്തും മുമ്പ് നമുക്ക് വേണ്ടിയുള്ളതെല്ലാം നമുക്ക് തന്നെ തരുവാൻ അത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ്, ആ സ്ഥലത്ത് എത്തുമ്പോഴാണ് എൻ്റെ ദൈവം അത് തുറന്നു തരുമ്പോഴാണ് മനസ്സിലാകുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് സ്വത്രം ഹല്ലേലൂയ ഒന്ന് ചിന്തിക്കണം. എന്തൊക്കെ എവിടെ കൂടെയൊക്കെ കൊണ്ടുപോകുമ്പോഴും എൻ്റെ ദൈവം ഒരിക്കലും കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളും അല്ലെ യേശുവിൽ ഞാൻ നിങ്ങളും യേശു നമ്മളിലുമാണ് ഇരിക്കുന്നത്. നമ്മളെ വിട്ട് യേശു ഒരിടത്തും മാറുന്നില്ല. നമ്മളെ ഓരോ സ്ഥലത്തൂടെ കൊണ്ടുപോകുമ്പോൾ ഉപജീവന മേഖലയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, അടുക്കള പണിയാകട്ടെ, ശുശ്രൂഷയാകട്ടെ, എല്ലായിടത്തൂടെയും കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ പലതിൻ്റെ നടുവിലൂടെയും നമ്മളെ ചുറ്റി 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 ദൈവം കൊണ്ടുപോകുന്നതൊന്നും എന്റെ ഈ ലോകത്തിൽ ഒന്നും ചിന്തിപ്പിക്കാനല്ല കൊണ്ടുപോകുന്നത്. അവിടെ കൂടെ എല്ലാം എന്നെ വിശുദ്ധീകരിച്ച്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി. പരിശുദ്ധൻ ആര് മാത്രമേ ഉള്ളൂ? യേശു. ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അശുദ്ധിയെ ചാരമാക്കുക. അത് യേശുവിൻ്റെ രക്തത്താലേ കഴുകൂ അല്ലേ? രക്തത്താൽ കഴുകുന്നതാണ് ശുദ്ധി. എൻ്റെ പാപക്കറകളെ കഴുകുന്നതാണ് ശുദ്ധി. അപ്പോ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധമായ പാത്രത്തിൽ പകരുന്നതാണ് വിശുദ്ധി. ആ ശുദ്ധമാക്കിയ പാത്രത്തിൽ വിശുദ്ധി പകരും. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ?
യേശുക്രിസ്തുവിന്റെ സ്വഭാവം, അതാ വിശുദ്ധി. യേശുക്രിസ്തു എങ്ങനെ സംസാരിച്ചു, യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചു, യേശുക്രിസ്തു എങ്ങനെ ക്ഷമിച്ചു, യേശുക്രിസ്തു എങ്ങനെ ഒരാളിനെ കണ്ടു, ഒരു പാപി എങ്ങനെ കണ്ടു, യേശുവിലുള്ള സ്വഭാവമാണ് വിശുദ്ധി. അത് ഏത് പാത്രത്തിലെ പകരും? ശുദ്ധമായ പാത്രത്തിൽ വിശുദ്ധനാകുന്ന കർത്താവിന്റെ വിശുദ്ധിയെ പകരും. നമ്മളിൽ ആ വിശുദ്ധി കർത്താവ് പകർന്നാലേ നമുക്ക് അപ്പച്ചനെ പോലാൻ പറ്റൂല. അതൊന്നും പറ്റൂല, നമ്മൾ ഒരു പ്രയത്നം കൊണ്ട് പറ്റൂല. എങ്കിൽ പരീക്ഷൻ അവിടെ ചെന്ന് നിന്ന് കർത്താവെ ആഴ്ചയിൽ 3 വട്ടം ഉപവസിച്ചു, കിട്ടുന്നതിലെല്ലാം പതാരം കൊടുത്തു, അപ്പാ ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, അവനെ പോലല്ല മറ്റവനെ പോലല്ല, ഞാൻ എല്ലാം ചെയ്തു എന്ന് നമുക്ക് പറയാം. പക്ഷേ ദൈവം അതിനെ നീതിയായി കണക്കെടുത്തില്ല. നീതീകരിച്ചത് ആരാ നീതീകരിച്ചു വിട്ടെ? ആ ചുങ്കക്കാരനാണ്. എന്തുകൊണ്ടാണ് നീതീകരിച്ചത്? അവൻ പറഞ്ഞു, എനിക്ക് ഒരു കഴിവുമില്ല അപ്പാ, കഴിവല്ല, നിൻ കൃപയാണ്. കണ്ട, മറ്റേ ആള് കഴിവിൽ, ഞാൻ ഇത് ചെയ്ത കഴിവിൽ ആശ്രയിച്ചു. ഇയാളോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കാണും, പക്ഷെ ആശ്രയിച്ചില്ല. ആശ്രയിച്ചാരില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ നിർത്തി പറയുന്ന ഇത് അകത്ത് വീണേ തീരൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവ് ആത്മാവിൽ നിറഞ്ഞത് എപ്പോഴാ? സ്വർഗീയമായ കാര്യം പറഞ്ഞപ്പോഴാ. സ്വർഗീയമായ കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് ആത്മാവിൽ നിറഞ്ഞ് അടുത്ത വരി വായിച്ചേ. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും. ജ്ഞാനം കൊണ്ടൊന്നും ഈ വചനം ധ്യാനിക്കാൻ പറ്റൂല. നമ്മളെ ജ്ഞാനം ഒന്നും ഇതിൻ്റെ മുമ്പിൽ എത്തൂല. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ദൈവം വെളിപ്പെടുത്തരും, മനസ്സിലാവും. കർത്താവ് ഇതാണോ ഇതിനകത്തുള്ള ആഴം? ദൈവമേ, ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഓരോ ദിവസം പോകുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞ് പെർഫെക്റ്റോട് കൂടിയല്ല പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ എന്നെയാണ് പറയുന്നത്, വേറെ ആരെയല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വചനത്തിൽ പ്രസംഗിച്ച കാര്യം ചിന്തിക്കുമ്പോൾ ഓരോ കാര്യം വെളിപ്പെടും. കർത്താവ് ഞാൻ അങ്ങനെയാണല്ലോ അന്ന് പറഞ്ഞത്, സ്തോത്രം. പക്ഷെ ഇതിനകത്ത് അതല്ല. ദൈവം ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതൊക്കെ മറ്റൊന്നാണ്. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യം പണിയാനാണ്. ദൈവം ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യമാണ് ഇതിനകത്ത് ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു വരിയെടുത്ത് നമ്മുടെ രാജ്യം അങ്ങ് പണിയും. പക്ഷെ ദൈവം ദൈവത്തിന്റെ രാജ്യത്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്ത വരി വായിച്ചേ. ജ്ഞാനികൾക്ക് മറച്ചു, വിവേകികൾക്ക് മറച്ചു. അടുത്ത് ശിശു എന്ന് പറഞ്ഞാൽ മുഴുവനും ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് ശിശു. മുഴുവനും ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് ശിശു. അർത്ഥം, യേശുവെ അങ്ങ് എണീപ്പിക്കാതെ എണീക്കാനോ നടക്കാനോ ഭക്ഷിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ മരിക്കട്ടെ, അങ്ങ് എന്നിൽ ജീവിക്കട്ടെ. അങ്ങനെ ഒരു ശിശു ആശ്രയിക്കുന്ന എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത, കർത്താവില്ലാതെ നടക്കാൻ പറ്റാത്ത, കർത്താവില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത, കർത്താവില്ലാതെ സംസാരിക്കാൻ പറ്റാത്ത, കർത്താവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, കർത്താവില്ലാതെ ഏതിനും പറ്റാത്ത ഒരു അനുഭവം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വെളിപ്പെടണം. ഇത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം ലോകത്തിലായിരുന്നാൽ, നമ്മുടെ ആശ്രയം നേരത്തെ കേട്ടു, മനുഷ്യരായിരുന്നാൽ നമ്മൾ വീണുപോകും. എന്നാൽ ആശ്രയം ദൈവത്തിലാണെങ്കിൽ എല്ലാത്തിനും ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശിശുവിനെ പോലെ, അപ്പാ അങ്ങയുടെ രാജ്യം വരണമെങ്കിൽ യേശു ഇവിടെ എന്റെ രാജ്യം എന്നിലൂടെ വരും. പക്ഷെ അങ്ങയുടെ രാജ്യം വരണമെങ്കിൽ ഞാനിതാ ഏതുമല്ല മുഴുവനും അങ്ങിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. കർത്താവ് ഇത് അങ്ങ് ശിശുക്കൾക്കും ജ്ഞാനികൾക്കും മറച്ചു വെച്ച് അടുത്ത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. അടുത്ത് അതേ പിതാവേ, നോക്കിയേ, ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കാൻ അങ്ങേക്ക് എന്ത് വെളിപ്പെടുത്തി കൊടുക്കാൻ? എന്ത് വെളിപ്പെടുത്തി കൊടുക്കാൻ? എന്ത് വെളിപ്പെടുത്തി കൊടുക്കാൻ? സ്വർഗീയ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ. സ്വർഗീയ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ അങ്ങേക്ക് പ്രസാദമായില്ല. അടുത്ത വരി. എന്റെ പിതാവ് സകലവും എന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്, പരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്ന് കണ്ടോ? പിതാവിന് മാത്രമേ അറിയൂ പുത്രൻ ആരെന്ന്. അടുത്ത് പിതാവ് ഇന്നവൻ എന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു വരിയാണ്, യേശുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയൊക്കെ പണി അവസാനം കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ കൊടുക്കും പോലെ വക്കോല് കത്തിപ്പോകും, മരം
കത്തിപ്പോകും. അതെല്ലാം കത്തിപ്പോകും. അവിടെ ചെല്ലുമ്പോൾ നിലനിൽക്കുന്ന ഒന്നും കാണൂല. എല്ലാം ഇവിടെ നിന്ന് കത്തി അങ്ങ് പോകും. ഇവിടെ കൊണ്ടെല്ലാം തീരും. ഓടിയതും പ്രവർത്തിച്ചതെല്ലാം കത്തിത്തീരുന്നത്. പക്ഷെ യേശു ഓടിയത് കത്താത്തതിനെ. ഓ ജീസസ് 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 ജീസസ്, ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് തീരാത്തതാണ് യേശുവിന്റെ ഓട്ടം മുഴുവൻ. ഓ ജീസസ്. അടുത്ത വാക്യം വായിച്ചേ, അത് നമ്മുടെ അകത്തിറങ്ങട്ടെ. ശിഷ്യന്മാർ നേരെ തിരിഞ്ഞു. ശിഷ്യന്മാർ കാണുന്നതെല്ലാം യേശുവിലുള്ളതാണ്. പക്ഷെ ലോക മനുഷ്യൻ കണ്ടതെല്ലാം യേശു കൊടുത്ത അപ്പമാണ്. നിങ്ങൾക്ക് വെളിപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. നിങ്ങൾ ആരെങ്കിലും മോശമായിട്ട് പ്രസംഗം കേൾക്കല്ലേ, മോശമൊന്നും ചിന്തിക്കരുത്. ഉള്ള കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ശാലിനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ വീതിച്ചു തരികയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, കർത്താവ് നമ്മൾ വിചാരിക്കും മറഞ്ഞിരിക്കുന്ന മർമ്മം എന്ന് പറഞ്ഞാൽ സ്തോത്രം ഈ ലോകത്തിൽ എന്തോ ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തുന്നത്, അതാണ് മറഞ്ഞിരിക്കുന്നത്. അല്ല, ലോകത്തിലെ കാര്യം വെളിപ്പെടുത്തുന്നതല്ല മറഞ്ഞിരിക്കുന്ന മന്ന. സ്വർഗീയ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നതാണ് മന്ന. ഓ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ കാണുന്നതിന്, സ്വർഗീയമായ കാണുന്നതിന് കണ്ണ് ഭാഗ്യമുള്ളത്. യേശുവിനെ വെളിപ്പെട്ട് കിട്ടുന്നത് ഭാഗ്യമുള്ളത്. സ്വർഗത്തിലുള്ളത് കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. ഭൂമിയിലുള്ളത് പള്ളി പോകുന്നവരും പോകാത്തവരും ആരാധിക്കാത്തവരും ആരാധിക്കുന്നവരും കാണുമ്പോൾ, എന്നാൽ യേശുവിനെ ആരാധിക്കുന്ന സത്യത്തിലെ ദൈവത്തിന്റെ പൈതൽ, ദൈവരാജ്യം അന്വേഷിക്കുന്ന ആത്മാവിൽ നിറഞ്ഞ ശിശുവായി കിടക്കുന്ന പൈതൽ സ്വർഗത്തിലുള്ളത് കാണും. ഓ, ദൈവത്തിലുള്ളത് കാണും. ദൈവത്തിന്റെ ഹിതം കാണും. ദൈവത്തിന്റെ സ്വപ്നം കാണും. ദൈവത്തിന്റെ മനസ്സറിയും. ദൈവത്തിന്റെ മനസ്സറിയും. ദൈവം മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അതറിയും. ദൈവത്തിന് എങ്ങനെയാണ് ഇഷ്ടം അതറിയും. ഹോ ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചില അമ്മമാർ മക്കൾക്ക് മനസ്സറിഞ്ഞ ആഹാരം ഉണ്ടാക്കും അല്ലേ, അവരുടെ ഇഷ്ടം അനുസരിച്ച്. ഇതെന്റെ മോന് ഭയങ്കര ഇഷ്ടം, ഇതെന്റെ മോക്ക്, അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും അല്ല, ചിലരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിള്ളേക്ക് ഇത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് വാങ്ങിക്കൊടുക്കാം. ഇത് വാങ്ങിയ കടയിൽ പോകുമ്പോൾ ഇതാണ് അവന് ഇഷ്ടം, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടം ഇതാണ്, വാങ്ങിക്കൊണ്ട് പോകല്ലേ. സ്തോത്രം. എല്ലാവരും അല്ല, ചിലരല്ലേ വാങ്ങിക്കൊണ്ട് പോകല്ലേ. സ്തോത്രം. നമ്മളെ ഇഷ്ടത്തിന് നമ്മുടെ മക്കളെ ഇഷ്ടം ചെയ്യൂലേ. അർത്ഥം എന്താ? അവരെ മനസ്സറിയാം. യേശുവിൻ്റെ മനസ്സറിഞ്ഞ യേശുവിൻ്റെ ഇഷ്ടം അറിയും. ഹല്ലേലൂയ. മനസ്സറിയണം, കൂടെ നടക്കണം. ഓ ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർക്ക് വെളിപ്പെടാത്തത് വെളിപ്പെടാൻ വേണ്ടി എല്ലാവരും, ഒരുപാട് ആൾക്കാർ കൂടി. പക്ഷേ ശിഷ്യന്മാർ തിരിച്ച് വീട്ടിൽ പോയെന്നല്ല, യേശുവിൻ്റെ പുറകെ പോയിട്ട് ചോദിച്ചു, കർത്താവേ, ഇന്ന് അവിടെ പറഞ്ഞില്ലേ വിത്തിന്റെ ഉമ, അതെന്തോന്നപ്പാ? നിങ്ങളും ബുദ്ധിയില്ലാത്തവരോ? സ്തോത്രം. കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അടുത്ത ഉപകളിലേക്ക് പോകുമ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾക്കിതെല്ലാം മനസ്സിലായോ? ഉവ്വ കർത്താവേ എന്ന് പറയുന്നത് വരെ കർത്താവ് വെളിപ്പെടുത്തി. ഉവ്വ കർത്താവ് എന്ന് പറഞ്ഞ എന്താ? കർത്താവ് പറയുന്നവർക്ക് കൂടെ നടന്നു കിടന്ന് മനസ്സ് വായിക്കാൻ തുടങ്ങി. ആ മനസ്സ് വായിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഉവ്വ കർത്താവേ വെളിപ്പെടുത്താതെ തന്നെ അവർക്ക് പിടികിട്ടാൻ തുടങ്ങി. കണ്ടോ? ആദ്യം അവർക്ക് പിടികിട്ടിയില്ല. അവർ ചോദിച്ചു, അപ്പൻ്റെ മനസ്സിനകത്ത് എന്ത് വെച്ചിട്ടാണ് ഈ വിത്തിന്റെ വചനം പറഞ്ഞത്? സ്തോത്രം. കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അടുത്ത ഓരോ ഒപ്പം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഉണ്ട് അതിനകത്ത്. യേശു അടുത്ത് നിന്ന് വന്ന് പറഞ്ഞു തരും. താഴോട്ട് വായിക്കുമ്പോൾ കിടക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത് ശിഷ്യന്മാർ തിരിച്ച്, അതിന് മുമ്പ് കൂടെ പോയ ശിഷ്യന്മാർ ഇപ്പോഴും കൂടെ പോകുന്നുണ്ട്. കൂടെ പോയപ്പോഴാണ് ചോദിച്ചത്, ഗ്രഹിക്കുന്നുണ്ടോ? അപ്പോഴാണ് ശിഷ്യന്മാർ പറയുന്നത്, ഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ യേശുവിന് സന്തോഷമായി. കർത്താവിന്റെ മനസ്സറിയാൻ തുടങ്ങി. ആ ജീവൻ ജീവിക്കാൻ തുടങ്ങി. യേശുവിന്റെ ഇഷ്ടം അറിയാൻ തുടങ്ങി. യേശുവിന്റെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്തെന്നറിയാമോ? എന്റെ അപ്പനെ അറിയണോ? അപ്പന്റെ മനസ്സറിയണോ? അപ്പന്റെ ഇഷ്ടം അറിയാൻ തുടങ്ങുമോ? ഞാൻ പറയാം, രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ സകലതും 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 സകലതും. ഓ ജീസസ്, ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ കാണുന്നതിന്, അത് ആര് കാണുന്നത്? സ്വർഗീയമായ കാഴ്ചപ്പാടുകൾ കാണുന്നതിന് എല്ലാവരും അംഗീകരിക്കത്തില്ല. ഇപ്പം ഈ പ്രസംഗം എല്ലാവരും അംഗീകരിക്കത്തില്ല. ഞാൻ ഇപ്പോൾ പറയുന്നില്ലേ, എല്ലാവരും അംഗീകരിക്കത്തില്ല. ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, ഇതിവിടെ പ്രസംഗിച്ചു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യമല്ലേ, 2, 3, 4, 3 വാക്യം പറഞ്ഞുള്ളൂ. പക്ഷെ 3 വാക്യം പറഞ്ഞത് കർത്താവാണ് സംസാരിച്ചത്. അപ്പോൾ ഞാനും കേട്ടു, ഇരുന്നവരും കേട്ടു. പക്ഷെ എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു, ഈ പ്രസംഗം എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ അവൻ 0 ഇട്ടിട്ട് വെളിയിൽ നിന്നാണ് എന്നെ വിളിച്ചാൽ അവിടെ പിന്നെ വിളിക്കില്ല. കാരണം സ്വർഗീയമായത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
ബുദ്ധിമുട്ടുണ്ട്. ഭൗതികമായതോ ലൗകികമായതോ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാനൊക്കെ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ കർത്താവ് പറയുന്ന കർത്താവിൻ്റെ ആ സ്വപ്നം, കർത്താവിൻ്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ പലപ്പോഴും ലൂക്കോസ് 18 ദുഃഖിച്ച സഹോദരൻ പോയതുപോലെ, മോനെ നിനക്ക് ഒരു കുറവുണ്ടടാ എന്ന് പറഞ്ഞപ്പോൾ ആ കുറവ് അവൻ വെളിപ്പെടുത്തിയപ്പോൾ അവൻ പതുക്കെ പിന്നെ തിരിച്ചങ്ങ് പോയി ലൂക്കോസ് 19 സക്കായി മുട്ടുമടക്കി. വീടും വീട്ടുകാരും കൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. മറ്റവൻ 18 തിരിച്ചു പോയി. കണ്ടോ, കുറവ് വെളിപ്പെടുത്തി. മറ്റവൻ 18 കുറവ് കേൾക്കാനല്ലേ 18 വന്നേ. 18 കുറവ് പറഞ്ഞു. മക്കളെ ഒരു കുറവ് മുഖത്ത് നോക്കി പറഞ്ഞു, ഒരുപാട് സ്നേഹിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, മക്കളെ ഒരു കുറവുണ്ട് കേട്ടോ. കുറവിൻ്റെ വിഷയം കേട്ടപ്പോൾ അവൻ പതുക്കെ ദുഃഖിച്ച്, വേദപുസ്തകം ദുഃഖിച്ച് തിരിച്ചുപോയി. എന്നാൽ 19 എല്ലാം ഉള്ളവൻ അപ്പനെ കാണാൻ താകിച്ച് മരത്തിൻ്റെ മണ്ടയിൽ നിന്ന്. അവിടെ അപ്പം വന്നപ്പോൾ അവൻ ഇറങ്ങി വന്ന് യേശു അവൻ്റെ കൂടെ പോയി വീട്ടിൽ ചെന്ന് കാലിയോടി. ഇവനും അബ്രഹാമിന്റെ മകൻ യവനോട് പാവം പറഞ്ഞില്ല, അല്ലാതെ അവൻ ഏറ്റു പറഞ്ഞു, നിരപ്പ് പ്രാപിച്ചു. മറ്റവൻ ചോദിച്ച് പാവം ഉണർത്തിച്ചു. അവൻ ചോദിച്ചു, കർത്താവെ ഉണർത്തിച്ചു തരണേ. നമ്മൾ പറയില്ലേ, കർത്താവേ എനിക്ക് നമ്മൾ ഏതാണ്ടുള്ളൊരു ഞാൻ ഉൾപ്പെടെ നമ്മൾ പറയാം, കർത്താവെ പാവം ഉണർത്തിച്ചു തരണേ, ഉണർത്തിച്ചു തന്നാൽ നമ്മൾ അംഗീകരിക്കാൻ പോകുന്നൊന്നുമില്ല സഹോദരങ്ങളെ. ചിലപ്പോൾ അടുത്തൊരു മെസ്സേജിലൂടെ ആയിരിക്കും ഉണർത്തി തരുന്നത്. അടുത്തൊരു കുഞ്ഞെഴുന്നേരുന്ന് പ്രസംഗിക്കുമ്പോഴായിരിക്കും ഞാൻ ഇവിടെ ഒരു പ്രാർത്ഥനയാണെന്ന് വെച്ചോ, ഒരാഴ്ച കൊണ്ട് പ്രാർത്ഥന, ഉണർത്തി തരണേ പ്രാർത്ഥന എന്ന് വെച്ചോ, സ്വത്രം. അപ്പോഴുണ്ട് അടുത്തൊരു അയ്യേ അതെന്നെ തട്ടി പറഞ്ഞതേ, ഞാൻ അംഗീകരിക്കാന്നുമില്ല ഉണ്ടോ. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് ലൂക്കോസ് 18 വന്ന് ഈ മനുഷ്യൻ വന്ന് ചോദിച്ചു, കുറവ് ഉണർത്തി തരണം. കർത്താവ് പറഞ്ഞു, ഒരു കുറവുണ്ട് മക്കളെ, നീ സൽഗുണപൂർണ്ണൻ ആരേ ഉള്ളൂ. അപ്പോൾ യേശുവിന് ഇഷ്ടം ഇയാളെ ആരാക്കാൻ? ബാക്കിയെല്ലാം ഉണ്ട്, സൽഗുണപൂർണ്ണനല്ല. അതാക്കാൻ വേണ്ടി അത് പറഞ്ഞേ. പക്ഷെ അത് ദുഃഖിച്ച് യേശു വിശുദ്ധനാകയാൽ നിങ്ങളോട് എന്താ പറഞ്ഞേ? ഞാൻ വിശുദ്ധൻ, നിങ്ങളും അതുപോലെ ആവണം. കണ്ടോ, ഞാൻ സൽഗുണപൂർണ്ണനാകയാൽ നിങ്ങളും. അപ്പോൾ സൽഗുണപൂർണ്ണനാകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് വളരെ വേദനയായി മാറി തിരിച്ചുപോയി. അവൻ ഏറ്റു പറഞ്ഞില്ല, കുറവ് ഉണർത്തി കൊടുത്തു. എന്നാൽ 19 കുറവ് യേശു ഉണർത്തിയേ ഇല്ല. കൂടെ വന്നവരെല്ലാം പറഞ്ഞു, ഈ കള്ളൻ്റെ കൂടെ ആണല്ലോ യേശു പോകുന്നത്, എന്തോന്ന് പോക്ക്, ഇവൻ വല്ല ദൈവവും പ്രവാചകനുമല്ലോ ആയിരുന്നെങ്കിൽ ഇവൻ ഈ കള്ളൻ്റെ കൂടെ പോവോ? ഈ ചുങ്കക്കാരൻ ഈ യേശുവിനെ അറിഞ്ഞുകൂടെ? കണ്ടോ, ആൾക്കാർ പലതും ചിന്തിച്ചു. പക്ഷെ യേശു നടന്നതേ ഉള്ളൂ. അവൻ്റെ പാപം മൊത്തം വെളിപ്പെട്ടു. അവൻ പറഞ്ഞു, അപ്പാ ചതിവായി വാങ്ങിയിട്ടുള്ളത്, പറ്റിച്ചതും വെട്ടിച്ചതും തട്ടിച്ചതും ഇവെല്ലാം യേശു നമുക്ക് വെളിപ്പെട്ടാൽ, നമ്മൾ യേശുവിനെ കണ്ടാൽ പാപം നമ്മളെ വിട്ട് ഓടും. നമ്മൾ പാപത്തിൻ്റെ പുറകെ പോവില്ല. പോകത്തില്ല സ്നേഹിതരെ, പറയാൻ പറ്റത്തില്ല, പാപം ചെയ്യാൻ പറ്റത്തില്ല. അപ്പനെ നമുക്ക് വെളിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പൊട്ടന്മാരും പൊട്ടികളെ പോലെ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, ഇങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു പറഞ്ഞ, മക്കളെ ഇത് ശിശുക്കൾക്ക് മാത്രം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. ആ ശിശു എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാതെ മുഴുവൻ ആശ്രയവും ദൈവത്തിൽ വെക്കുന്നവനാണ് ശിശു. ദൈവം ഇല്ലാതെ എനിക്ക് ഒന്നുമില്ല അപ്പാ എന്ന് മുഴുവനും ഹൃദയം കൊണ്ടും അധരം കൊണ്ടും അല്ലെങ്കിൽ ചിലർ അധരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നെങ്കിൽ ഹൃദയം കൊണ്ടോ അകന്നിരിക്കുന്നു. ഈ സ്തോത്രം, പുതിയ നിയമം മുതൽ പഴയ നിയമവും പുതിയ നിയമം വായിക്കുമ്പോൾ ഹൃദയം കൊണ്ട് അകന്നവരുണ്ട്, അധരം കൊണ്ട് ബഹുമാനിച്ചവരുണ്ട്. എന്നാൽ ഈ പഴയ നിയമ വിശുദ്ധനാകുന്ന ഈയോ പറയുന്നു, എൻ്റെ മക്കൾ ഹൃദയം കൊണ്ട് അകന്നു പോയി കാണുമോ എന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇവിടെ പ്രാർത്ഥന നടന്നു, യാഗങ്ങൾ നടന്നു, അർപ്പണങ്ങൾ നടന്നു. കാരണം ആ ഹൃദയം കൊണ്ട് അകന്നു പോയോ. കണ്ടോ, അധരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും. കണ്ടോ സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിച്ചേ സിസ്റ്ററെ. നിങ്ങൾ കാണുന്നതിനെ, ആര് കാണുന്നതിനെ? ശിശുക്കൾ, ശിഷ്യന്മാർ, കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾ കാണുന്നതിനെ കാണാൻ. ഒരുപാട് പ്രവാചകന്മാർ പ്രവചനമൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഇത് വെളിപ്പെട്ടില്ല. ഏത് വെളിപ്പെട്ടില്ല? സ്വർഗീയമായതൊന്നും വെളിപ്പെട്ടില്ല. ക്രിസ്തുവിൻ്റെ മനസ്സും എന്തൊക്കെ പ്രവചനം പറഞ്ഞു, പ്രവചിച്ചു പോയി. പക്ഷെ ഒരുപാട് പ്രവാചകന്മാർ പ്രവചനം പറഞ്ഞു. പക്ഷെ അവർക്ക് ഈ സ്വർഗീയമായതൊന്നും വെളിപ്പെട്ടില്ല. അടുത്ത വചനം വായിച്ചേ. അടുത്ത, രാജാക്കന്മാർ ഇച്ഛിച്ചു എന്നിട്ടും കണ്ടില്ല. അടുത്ത്, നിങ്ങൾ കേൾക്കുന്നതിന്, ഒന്ന് കാണുന്നു, രണ്ട് കേൾക്കുന്നു. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കാൻ ഇച്ഛിച്ചിട്ടും കണ്ടോ, കേട്ടില്ല എന്ന്
ഞാൻ നിങ്ങളോട് പ്രത്യേകം എല്ലാം ചെയ്തു, പക്ഷേ കേട്ടില്ല. വീണ്ടും നമുക്ക് എടുക്കാം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. മത്തായി 15:21 മുതൽ വായിച്ചേ. മത്തായി 15:21 മുതൽ വായിച്ചേ. എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അടുത്ത് അവനോട് ഒരു വാക്ക് യേശു മിണ്ടിയില്ല. അടുത്ത് ശിഷ്യന്മാർ വീണ്ടും യേശുവിന്റെ അടുക്കൽ വന്ന് അയ്യോ ഇത്രയും കിടന്ന് നിലവിളിക്കുകയാണ്, നിലവിളിച്ചുകൊണ്ടിരുന്നു. അവളെ പറഞ്ഞയക്കണമേ എന്ന് അപേക്ഷിച്ചു. അടുത്ത് അതിനവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ അല്ലാതെ അടുത്ത വരി. എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. മക്കളാര് നായ്ക്കുട്ടികളാര്? നായ്ക്കുട്ടികള് രണ്ട് രീതിയിലുണ്ടല്ലേ. ഒന്ന് വളർത്തു നായുണ്ട്, അല്ലാതെ നമ്മൾ റോഡ് നോക്കുമ്പോൾ അലയുന്ന നായ്ക്കളും ഉണ്ട്. വളർത്തു നായ്ക്ക് ഉടയവനുണ്ട്, അലയുന്ന നായ്ക്ക്. അപ്പോൾ ഇവിടെ നായെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവമില്ലാത്ത ആൾക്കാർ, യേശുവിനെ ആരാധിക്കാത്ത ആൾക്കാർ, യേശുവിൽ ആശ്രയിക്കാത്ത ശിശുവല്ലാത്ത ആൾക്കാർ, യേശുവിൽ നിങ്ങൾക്ക് എത്രവർക്ക് വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഈ വചനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും കളഞ്ഞാലും സ്വീകരിച്ചാലും കർത്താവിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായി പറയുകയാണ്. സ്തോത്രം. നായ്ക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് എന്താ? ഇടയനില്ലാത്ത എന്ന് പറഞ്ഞാൽ മുഴുവൻ ആശ്രയവും ദൈവത്തിൽ വയ്ക്കാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് നായ്ക്കുട്ടികൾ. അപ്പം മക്കൾ എന്ന് പറഞ്ഞാൽ ആര്? രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവരത്രേ മക്കൾ. അതോടെ കിടക്കുന്നു. യോഹന്നാൻ 1-ാം അധ്യായം 12, 13, 14, 15 വാക്യം 13 വരെ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. അപ്പോ കർത്താവിൽ നിന്ന് ജനിച്ച മുഴുവനും അപ്പാ നീ നോക്കിക്കൊണ്ടിരിക്കൂലേ, നീ എനിക്ക് തരാതെ ഒന്നുമില്ല, അങ്ങനെ ആശ്രയിക്കുന്ന ആൾക്കാരെ മക്കളെന്നും. എന്നാൽ സ്തോത്രം, നായ്ക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെവനാകുന്ന യേശു ക്രിസ്തുവിനെ ശിഷ്യനാകാതെ അല്ലെങ്കിൽ മുഴുവൻ ആശ്രയം വെക്കാത്ത ആളിനെ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും ഒന്നല്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ശിഷ്യനാണ്, യേശുവിൽ മുഴുവൻ ആശ്രയിക്കുന്നവനാണ്, ഒരു ശിശുവാണ്. മനസ്സിലായോ? ഒരു ശിശുവാണ്. മക്കളൊരു ശിശുവാണ്, എപ്പോഴും ശിശുവായിരിക്കും, തന്നെത്താൻ താഴ്ത്തി ഓടുന്നവരായിരിക്കും. ഒന്നും പറയാൻ മേന്മയില്ല, പ്രശംസയില്ല, പുകഴ്ചയില്ല, ഒന്നുമില്ല. ഒരു ശിശുവാണ്, എന്നും പറയില്ല, എന്ത് പറയാൻ ഒന്നും പറയാനില്ല. സ്വത്രം ഒന്നുമില്ല. അടുത്ത വരി വായിച്ചേ. ഒന്നുകൂടെ ആ വരി, ഇപ്പൊ വായിച്ച വരി ഒന്നുകൂടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം 2, 1 നായ്ക്കുട്ടികളുടെ അപ്പം, 2 മക്കളുടെ അപ്പം. എന്താണ് നായ്ക്കുട്ടികൾക്ക് കിട്ടുന്ന അപ്പം, എന്താണ് മക്കൾക്ക് കിട്ടുന്ന അപ്പം? ശ്രദ്ധിച്ചാലേ മനസ്സിലാവേ. 2 പേർക്കും കിട്ടും അപ്പം അല്ലേ? നായ്ക്കുട്ടികൾക്കും കിട്ടും, മക്കൾക്കും കിട്ടും. മത്തായിയുടെ സുവിശേഷം അതങ്ങനെ വെച്ചോണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 45 വായിച്ചേ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നുവല്ലോ. അപ്പോ ശ്രദ്ധിച്ചു കേട്ടാലേ മനസ്സിലാവൂ. നായ്ക്കുട്ടികൾക്ക് എന്ത് കിട്ടും? മഴ കിട്ടും, വെയിൽ കിട്ടും,
മഞ്ഞ് കിട്ടും, പിന്നെ സൗഖ്യം കിട്ടും, എല്ലാം കിട്ടും. ആർക്ക് കിട്ടും? ഈ ലോകത്തിലുള്ള എല്ലാം ആർക്ക് കിട്ടും? പറ. നായ്ക്കുട്ടികൾ കിട്ടും. പക്ഷെ മക്കൾക്ക് ലോകത്തിലുള്ളത് മാത്രമല്ല കിട്ടുന്നത്, സ്വർഗീയമായത്. മക്കൾ ശ്രദ്ധിച്ചേ, രണ്ട് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കാതിരിക്കല്ലേ. നായ്ക്കൾക്ക് അപ്പം കിട്ടുമ്പോൾ മക്കൾക്ക് അപ്പമല്ല, യേശുവിനെ കിട്ടും. അതാണ് അതിന്റെ യഥാർത്ഥ ആഴം. ഹല്ലേലൂയ. മക്കൾക്ക് യേശുവിനെ കിട്ടുമ്പോൾ യേശുവിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ അപ്പമേ ആക്ക് കിട്ടൂ. ആക്ക്. അപ്പൊ നമുക്ക് അപ്പം വേണോ യേശുവിനാണോ? സ്വതന്ത്രം. യേശുവാണോ വലുത്, അപ്പമാണോ വലുത്? സ്വതന്ത്രം. യേശുവിനുള്ള സ്വഭാവമാണോ വലുത്? ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ അടുത്ത് 2 മണിക്കൂർ കഴിയുമ്പോൾ ദഹിക്കുന്ന ആഹാരമാണോ വലുത്? ഈ ഭൂമിയിൽ 80 85 വയസ്സ് ഉള്ളപ്പോൾ ഉള്ളതിന് വേണ്ടിയുള്ള ഒരു വെപ്രാളവും പിടയലുമാണ് വലുത്? ഇത് കഴിഞ്ഞുള്ള യുഗായുഗമോ യേശുവിൻ്റെ അടുത്ത് ഇരിക്കാൻ യേശുവിനെ പോലെ നിറവ് ഈ ഭൂമിയിൽ ഇത്രയും തരുന്ന 85 വയസ്സുകൊണ്ട് 100 വയസ്സുകൊണ്ട് പ്രാപിക്കുന്ന ആ ദൈവിക കൃപയാണോ വലുത്? ഏതാ മക്കൾക്കുള്ളത്, ഏതാ നായ്ക്കുട്ടികൾക്കുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? കർത്താവ് പറഞ്ഞു, മക്കളെ, എൻ്റെ മക്കൾക്ക് ഞാൻ വെച്ചിട്ടുള്ള കുറച്ചുകൊണ്ട്, പക്ഷെ അത് നായ്ക്കുട്ടികൾക്ക്. അപ്പൊ അവൾ മറുപടി പറഞ്ഞു. അടുത്തവര് വായിച്ചേ. വായിച്ചേ അടുത്തവര്. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അടുത്തവര് യേശു അവളോട് എന്റെ വിശ്വാസം വലിയത്. അടുത്ത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പൊ മക്കൾക്കുള്ളത് കൊടുത്തെന്നാണോ അതിന്റെ അർത്ഥം? പിന്നെ അവൾ വിശ്വാസം പോലെ ഭവിക്കട്ടെ. എന്റെ വിശ്വാസം തന്ന നൂർക്ക് മതിയെന്നല്ലേ? ആണോ? അപ്പൊ അവരെടുത്ത് കുഞ്ഞിന് കൊടുത്ത എന്തോന്നാ? യേശുവിന്റെ കയ്യിൽ നിന്ന് വീണ മക്കൾക്കുള്ളതാണോ കൊടുത്തേ? പക്ഷെ അവർ സൗഖ്യം പ്രാപിച്ച് എന്ത് ചെയ്തു? തിരിച്ചുപോയി. ഈ ലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കുമോ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ലോകത്തിലുള്ള എല്ലാ ഭൗതിക നന്മകളും ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് നിങ്ങൾ കിട്ടിയെന്ന് വരും. പക്ഷേ യേശുവിനെ കിട്ടണമെങ്കിൽ മകളാകണം. അപ്പനിലുള്ള സ്വഭാവം കിട്ടണമെങ്കിൽ മകളാകണം. സാമാന്യ കൃപയുണ്ട്. 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്തും. സാമാന്യ കൃപയുണ്ട്, അസാമാന്യ കൃപയുണ്ട്. സാമാന്യ കൃപയെന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ജോലി കിട്ടി. ഓക്കെ, ജോലി കിട്ടി, അത് ദൈവം തന്ന തന്നെയാണ്. പക്ഷെ അത് സാമാന്യ കൃപ. പക്ഷേ യേശുവിനെ വെളിപ്പെടുക എന്ന് പറയുന്ന അസാമാന്യ കൃപ. അത് ഈ അപ്പൻ ചോദിക്കുന്നതിന് കിട്ടുന്നതല്ല, യേശുവിനെ പ്രാപിക്കുന്നതിന് കിട്ടുന്നതാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നത് എന്ത്, നമ്മൾ കൂട്ടുന്നത് എന്ത്, നമ്മൾ നേടുന്നത് എന്ത്? അപ്പനെയാണോ പ്രാപിക്കുന്നത്, അതോ ഇവിടെ അല്പം നശിച്ചു പോകുന്ന ഒരു കാര്യമാണോ? ഇത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ശാലിനിയുടെ മരണം ഉള്ളത് കുടുംബത്തിന് വേണ്ടുന്നത്. ആ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും ദുഷ്ടന്മാർക്കും നല്ലവർക്കും ഒരുപോലെ ചിലത് കൊടുക്കും. പക്ഷെ യേശുവിനെ ദുഷ്ടന്മാർക്ക് കിട്ടത്തില്ല, യേശുവിനെ നായ്ക്കൾക്ക് കിട്ടത്തില്ല. യേശുവിന്റെ സംസാരം, യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ പ്രാർത്ഥന, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ ശബ്ദം, യേശുവിന്റെ ജീവൻ, യേശുവിനുള്ളത് ഒന്നും, യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ ക്ഷമ, യേശുവിന്റെ താഴ്മ, യേശുവിന്റെ സമാധാനം, യേശു മറ്റുള്ളവരെ പാവിയെ സ്നേഹിച്ച സ്നേഹം, അത് ഒരിക്കലും നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അത് മക്കൾക്ക് കൈമാറൂ. സ്വതന്ത്രം. അപ്പന്റെ അവകാശങ്ങൾ എന്താണ് ശ്രദ്ധിച്ചേ. അപ്പൊ കൃപ, സാമാന്യ കൃപ എന്ന് പറഞ്ഞാൽ കർത്താവ് ഞാൻ വീഡിയോ വെച്ച് ദൈവം തന്നു, സ്തോത്രം, നല്ലതാ. അത് സാമാന്യ കൃപയാ. അല്ലാത്തവർക്കും ഉണ്ട്, ദൈവം തന്ന തന്നെയാ, സമ്മതിച്ചു. പക്ഷെ അത് ഏത് കൃപ? അത് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും പള്ളി പോകുന്നതിനും പോകാത്തവനും ഉണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച ദൈവം തന്നു, നമുക്ക് തന്നു, സ്തോത്രം, നല്ലതാ. പക്ഷെ അത് സാമാന്യ കൃപയാ. പക്ഷേ ഇത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ഇപ്പുറത്തെ യേശുവിനെ കിട്ടിയെങ്കിൽ അത് അസാമാന്യ കൃപ. എക്സ്ട്രാ ഓർഡിനറി ഗ്രേസ്, അസാധാരണമായ, സാധാരണ അല്ലാത്ത
വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത, ആരോടും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത, വെളിപ്പെടാത്ത ആ യേശു ക്രിസ്തുവിന് ഒരാളിന് വെളിപ്പെട്ട് കിട്ടിയാൽ ഞാൻ പറയാ അവന് എല്ലാമായി. അത് നായ്ക്കുട്ടികൾക്ക് കിട്ടൂല, അത് ദുഷ്ടന്മാർക്ക് പിന്നെ ആക്കെ കിട്ടൂ, ശിശുക്കൾക്ക്, മക്കൾക്ക് മാത്രമേ കിട്ടൂ. അതാണ് അസാമാന്യ. അപ്പോൾ അസാമാന്യ കൃപയിൽ വരുന്നതും സാമാന്യ കൃപ. ഞാൻ പറഞ്ഞുതരാം. സാമാന്യ കൃപ ശാലിനിക്ക് വീട് തന്നു, കട ഉണ്ടായിരുന്നു, കുറച്ച് കടമുണ്ട് ഇല്ലെന്നല്ല, അതിനൊക്കെ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് നടക്കുന്നു. ഇതെല്ലാം എന്തോന്നാ, വീട് കിട്ടി, വസ്തു കിട്ടി, കാറ് കിട്ടി. കാറൊന്നുമില്ല എങ്കിലും ഞാൻ പറയുന്നതാണ്, എല്ലാം കൂടെ കൂട്ടി. നിങ്ങൾ ആരും മോശക്കാരാക്കുന്നില്ല. കാറ് കിട്ടി, വണ്ടി കിട്ടി, ലോറി കിട്ടി, ബസ് കിട്ടി, പിന്നെ വസ്തു കിട്ടി, വീട് കിട്ടി, 2 ഏക്കർ വസ്തു കിട്ടി. എല്ലാം വേണം, എല്ലാം വേണം. വേണ്ടെന്നല്ല, ആരും വേറെ നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പോകല്ലേ. ശാലിനി സിസ്റ്റർ ദുരുപദേശം പറഞ്ഞെന്ന് പറയല്ലേ. ഹല്ലേലൂയ. എല്ലാം കിട്ടി. ഇതെല്ലാം ഏത് കൃപയാ? സാമാന്യ കൃപ. ഇത് നിമിത്തം സ്വർഗത്തിൽ പോകുമോ? ഇതെനിക്ക് ഈ പള്ളിയിൽ പോയാൽ മാത്രമേ കിട്ടുള്ള. പിന്നെ എവിടെ പോയാൽ കിട്ടും? അല്ലാത്തവർക്ക് കിട്ടുന്നില്ലേ? ഉണ്ടോ? ഇല്ലേ? പക്ഷെ അവർക്കില്ലാത്ത ഒന്ന് യേശുവിനുണ്ട്. അതാരാ? യേശുവിനെ. ഹല്ലേലൂയ. യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ താഴ്മ, യേശുവിന്റെ ക്ഷമ, യേശുവിന്റെ മനസ്സലിവ്, യേശുവിന്റെ കരുണ, യേശുവിന്റെ സ്വസ്ഥത. ഏത് അനുഭവത്തിനകത്തും മുൾക്കിരീടം തലയിൽ അടിച്ചപ്പോഴും സ്വന്തം ഒരു സൗരഭ്യവാസനയായി മരണം ആസ്വദിച്ച ശാലിനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, പാവികൾക്ക് വേണ്ടി മരണം ആസ്വദിച്ച ആ സ്നേഹം അത് നായ്ക്കുട്ടികൾക്ക് കിട്ടത്തില്ല. അത് ദുഷ്ടന്മാരുടെ മേൽ പകരുന്നല്ല, അത് ഭിക്ഷക്കാർക്ക് കൊടുക്കുന്നതല്ല, അത് മക്കൾക്ക് കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരു പള്ളിയിൽ 2 പേര് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണേ, ഇപ്പം നിർത്താം. ഒരു പള്ളിയിൽ എത്ര പേര് പ്രാർത്ഥിച്ചു? 2 പേര് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, പഞ്ചായത്തുകാർ വീട് കൊടുക്കണം ഞങ്ങൾക്ക്. ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞേ. പഞ്ചായത്തുകാർ വീട് കൊടുക്കണം. 2 പേരും പ്രാർത്ഥിക്കണം. 2 പേര് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, 2 പേർക്ക് വേണ്ടി ആ ദൈവദാസനും പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ സഭയിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ 2 പേര് സ്വഭാവത്തിൽ യേശുവിനോട് കൂടെ നടക്കുക. 2 പേര് ഇവിടെ നടക്കുകയാണ്, പാവത്തിലല്ല. പിന്നെ എങ്ങനെ? ഞാൻ സത്യസന്ധമായി പറയാം, യേശുവിലൂടെ നടക്കുകയാണ്. ഒരാളിന് വീട് കിട്ടി, ഒരാളിന് കിട്ടിയില്ല. ആളിൻ്റെ കണ്ണിൽ എന്തോന്ന് പറയും? പറ. അവൾ ഭാവിയായിട്ട് കിട്ടാത്തതേ, എന്തോ കുഴപ്പമുണ്ട്. പിന്നെ മറ്റവരെ പ്രാർത്ഥന കേട്ട് ഇതിൻ്റെ അകത്തെന്ത് എന്തോ കുഴപ്പം പിടിച്ച് കിടക്കുന്നുണ്ടാണ്, അതുകൊണ്ടാണ് വീട് കിട്ടാത്തത്. ഞാൻ ജനിക്കുമ്പോൾ എനിക്കെപ്പം വീട് തരണമെന്നും ദൈവം ഉടമസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോഴേ തരുള്ളൂ, അല്ലെങ്കിൽ തരാതിരിക്കുള്ളൂ. യേശു ഉള്ള കുടിലാണോ അതാണ് ദൈവം വസിക്കുന്ന, ഏതായിരുന്നാലും അതാണ് സ്വർഗം. ആ സന്തോഷിക്കുന്ന ഒരു വീടെന്ന് പറയുന്നത്. യേശുവില്ലാതെ കൊട്ടാരമായാലും മുത്തായാലും സ്വർണ്ണമായാലും യേശുവിനകത്തില്ലെങ്കിൽ, യേശുവിനെ വെളിപ്പെട്ടില്ലെങ്കിൽ എന്താ കാര്യം? ഹല്ലേലൂയ. അപ്പൊ സാമാന്യ കൃപ ഒന്നും നമുക്ക് ഇവിടെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ സ്വർഗീയമായത് മാത്രമേ, അത് അസാമാന്യ കൃപയാണ്. പള്ളി പോകുന്ന എല്ലാവർക്കും എല്ലാം കിട്ടും. ചിലർ പറയും പ്രാർത്ഥിച്ച് എല്ലാം കിട്ടി. നല്ലതാ, കിട്ടട്ടെ, ഞാനും അതാ പറയുന്നത്. പക്ഷെ ശാലിനിക്ക് പ്രാർത്ഥിച്ച് എല്ലാം കിട്ടുന്നില്ല. സ്വത്രം. കർത്താവിൻ്റെ യഥാർത്ഥ മക്കൾക്ക് പ്രാർത്ഥിച്ച് എല്ലാം കിട്ടൂല. പൊട്ടിച്ച് എനിക്ക് ഇഷ്ടമുള്ളത്, ദൈവത്തിന് ഇഷ്ടമുള്ളത് എനിക്ക് തരൂ. എൻ്റെ ഇഷ്ടത്തിന് വിടൂല. കാരണം ഞാൻ എൻ്റെ രാജ്യം പണിയാനാണ് പ്രാർത്ഥന. പക്ഷെ ദൈവം ശാലിനിയുടെ രാജ്യത്തിന് ഇടിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം എൻ്റെ രാജ്യം പണിയാനാണ് ഞാൻ പ്രാർത്ഥിച്ചാലും ആത്മാവ് ഇറങ്ങി പക്ഷപാതം ചെയ്യും. എന്നിലുള്ളത് ഇടിച്ചിട്ട് ദൈവഹിതം പണിയും. ക്രിസ്തുവിനെ പോലെ ക്ഷമയുള്ള ആളാക്കി, താഴ്മയുള്ള ആളാക്കി, ആരെയും കുറ്റം പറയാത്ത ആളാക്കി, ആരെയും വെറുക്കാത്ത ആളാക്കി, ആരോട് വിരോധമില്ലാത്ത ആളാക്കി, ആരോട് പകയില്ലാത്ത ആളാക്കി, ആരോട് പിണക്കമില്ലാത്ത ആളാക്കി, എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാക്കി, എല്ലാവരോടും ക്ഷമിക്കുന്ന ആളാക്കി, ദീർഘക്ഷമയുള്ള ആളാക്കി. ഏതാ വലുത് പറ. യേശുവിനെ കിട്ടുന്നതാണോ വലുത്? അതോ യേശുവിൽ നിന്ന് വീണ അപ്പം നുറുക്ക് കിട്ടുന്നതാണോ വലുത്? എന്ത് കിട്ടുന്ന വലുത്? യേശുവിനെ മറക്കരുത്. ആ വചനം ഒന്നുകൂടെ ഇപ്പോൾ വായിച്ച വചനം. നേരത്തെ വായിച്ചില്ലേ? സഹോദരിയുടെ പറ്റി വായിച്ചില്ലേ? അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ദൈവം എന്ത് ചെയ്യും? ദൈവം മാറ്റിത്തരും.
ചിലപ്പോൾ മാറ്റിയില്ലെന്നും വിഷമമുണ്ടാക്കെങ്കിലും ചിലപ്പോൾ മാറ്റിയില്ലെന്നും പൗലോസ് പ്രാർത്ഥിച്ചു അല്ലേ കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്ത്. അപ്പോൾ പറഞ്ഞു, മക്കളെ നിൻ്റെ ക്ഷീണം മാറ്റാന്നല്ല എൻ്റെ കൃപ. അപ്പം ചിലപ്പം ഫുള്ളും എന്ത് ചെയ്യും? മാറ്റിക്കൊടുക്കും. ചിലപ്പോൾ എന്ത് ചെയ്യൂല. എന്തുകൊണ്ടായിരിക്കും മാറ്റാത്തത്? ഞാൻ വെളിപ്പാടുകൾ ആധിക്യത്താൽ അതിയായി നിഗളിച്ച് പോകാതിരിക്കേണ്ടതിനാണ്. മനസ്സിലായോ? അപ്പം ചിലപ്പം ഞാൻ ചോദിക്കുന്ന എല്ലാം കിട്ടൂല. കിട്ടിയാൽ ഞാൻ ലൂസിഫറിൻ്റെ ബണ്ടായിരിക്കും. വെട്ടും കിട്ടി താഴെ വന്നു വീഴും. അവസാനം എല്ലാവരും സ്വർഗത്തിരുന്ന് ആരാധിച്ചവരും വചനം കേട്ടവരും സ്നാനപ്പെട്ടവരും എല്ലാം അവിടെ ഇരിക്കുമ്പോൾ പ്രസംഗിച്ച് സാലിസിറ്റിൽ അവിടെ കിടക്കും. കാരണം എന്താ? ഞാൻ എന്തോ ആണെന്ന് പ്രാർത്ഥിച്ച് എല്ലാം കിട്ടി മണ്ടയിലിരിക്കുക വെട്ട്. മറ്റങ്ങനല്ല. യേശു ഗെത്സമനിൽ പ്രാർത്ഥിച്ചു. താൻ മനുഷ്യനായി നിന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം. പറ്റുന്നില്ല. ഒരു മനുഷ്യനായി പ്രാർത്ഥിച്ചു. തൊട്ടപ്പുറത്ത് ഇഷ്ടത്തിന് ഏൽപ്പിച്ചു. എല്ലാം പ്രാർത്ഥിക്കാം, പക്ഷേ ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ബാക്കി ദൈവം ചിലപ്പം തരും, ചിലപ്പം തരില്ല. പരാതിയില്ല, അനുഭവമില്ല. അപ്പാ അങ്ങിത് തരുമെന്ന് പറഞ്ഞല്ല അങ്ങേ കണ്ടത്. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് വരണം. എന്ത് കിട്ടട്ടെ, എന്ത് കിട്ടാതിരിക്കട്ടെ. ഒരമ്മയും അപ്പനും ദോഷികളായ മക്കൾ തങ്ങളുടെ മക്കൾക്ക്, ദോഷികളായ മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ യേശുപ്പ എത്ര അധികം കൊടുക്കും? അപ്പനെ പോലെ എത്ര അധികമാക്കും? അങ്ങനെ കർത്താവ് എനിക്കറിയാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളത് ആഞ്ഞ് പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഹാലലൂയ. ഇവിടെ എനിക്ക് എന്ത് കിട്ടിയെന്നല്ല, ഇവിടെ ആരെന്ത് കണ്ടെന്നല്ല, ആരെന്ത് കേട്ടെന്നല്ല. ഹാലലൂയ. ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം. അപ്പൻ എന്നെ എങ്ങനെ നടത്താനാണോ ഇഷ്ടം? അപ്പ അങ്ങേക്ക് എന്നെ എവിടെ കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടം? എൻ്റെ അടുത്തിരുന്ന ആൾ പ്രാർത്ഥിച്ചവർക്ക് മറുപടി കിട്ടിപ്പോയി. ബെതസ്ത കുളത്തിൻ്റെ കരയിൽ 38 വർഷം കിടന്നു. ആര്? 38 വർഷം. ആരും പ്രാർത്ഥിക്കുകയില്ല, ആരും കൂട്ടിരിക്കുകയില്ല. അയാളും പ്രാർത്ഥിച്ചില്ല. പക്ഷെ ദൈവം ഇറങ്ങി വന്നു. അയാൾ വിളിച്ചില്ല, ദൈവമേ എൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞ് വിളിച്ചപ്പെടല്ല വന്നേ. ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ പറയാത്ത വിഷയം പോലും, ഞാനും നിങ്ങളും പറയാത്ത വിഷയം പോലും, നിങ്ങളെ മക്കളുടെ ആവശ്യം അവർ പറഞ്ഞില്ലെങ്കിലും എനിക്ക് നിങ്ങൾക്ക് അറിയാം. നമ്മൾ നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈ വചനം അംഗീകരിക്കാൻ പറ്റുമോന്നും എനിക്ക് അറിഞ്ഞൂടാ സ്നേഹിതരെ. അല്ലെങ്കിൽ ഇത് പുറത്ത് പ്രസംഗിച്ച് ആരും അംഗീകരിക്കുകയുമില്ല. അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ആര് റിജക്ട് ചെയ്താലും നമ്മുടെ ദൈവം ഏൽപ്പിക്കുന്നതിനെ സ്വീകരിച്ചാലും കളഞ്ഞാലും അതൊന്നും നമ്മുടെ വിഷയമല്ല. മാർക്കിടുന്നത് 100 മാർക്ക് കൊള്ളാം, ഇന്നത്തെ ഭയങ്കര ശുശ്രൂഷ എന്ന് പറയുന്നതിലല്ല കാര്യം. യേശു അവിടെ വെളിപ്പെട്ടൊന്നില്ല കാര്യം. യേശുവിന് അത് പ്രസാദമായോ? യേശുവിനുള്ളതാണോ അവിടെ നടന്നത്? യേശുവിന് ഇഷ്ടമുള്ളതാണോ അവിടെ നടന്നത്? അല്ല, യേശുവിന് ഇഷ്ടമല്ലാത്തതാണോ നടന്നത്? ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലേ, ആ സ്തോത്രം ലോക മനുഷ്യന് വെളിപ്പെടാത്ത, നായ്ക്കൾക്ക് വെളിപ്പെടാത്ത, ദുഷ്ടന്മാർക്ക് വെളിപ്പെടാത്ത സ്തോത്രം ഒന്നുണ്ട്. അത് ശിശുവിനെ വെളിപ്പെടൂ. ആ ശിശുവാണ് ഞാൻ നിങ്ങളുമെങ്കിൽ ആ ശിശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പുത്രനാകുന്ന യേശുവിനെ വെളിപ്പെടുത്തുക. യേശുവിനെ കിട്ടിയാൽ അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? കണ്ടോ? യേശുവിനെ കിട്ടിയാൽ അതോടുകൂടെ സകലവും. എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്ന് എനിക്കറിഞ്ഞൂടാ. സ്തോത്രം. ഞാൻ രണ്ട് കാര്യം പറഞ്ഞു വിടാം. ഒന്ന് മക്കൾ, 2 നായ്ക്കുട്ടികൾ. യേശുവിനെ സ്വർഗത്തിലുള്ളത് വെളിപ്പെടുന്നത് ആർക്ക്? ശിശുവിനെ, മക്കൾക്ക്. നായ്ക്കുട്ടികൾക്ക് സമ്പത്ത് കിട്ടും, വീട്, രണ്ടുപേർക്കും കിട്ടും. വീട് കിട്ടും, ഭൗതികമായി എല്ലാം കിട്ടും. ചിലപ്പം കർത്താവിനെ യഥാർത്ഥമായി ആരാധിക്കുന്നവരെക്കാളും പള്ളി വന്നിരിക്കുന്ന അടുത്ത ആൾക്കാർക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പം നിങ്ങൾ ഇത്രയും ഓപ്പോസിറ്റ് കിട്ടിയില്ലേ? എനിക്കിത് വെച്ചടി കിട്ടിയെന്ന് വരും. പക്ഷെ മക്കളാവണമെങ്കിൽ ഇവിടം കൊണ്ട് തീരുന്നല്ല. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൻ്റെ അടുക്ക ചെന്നിരിക്കുമ്പോഴാണ് അതാ മനുഷ്യൻ അവിടെ മാടമായിരുന്നു. നോക്ക്, എനിക്ക് 4 അടുത്ത് ബംഗ്ലാവ് ഉണ്ടായിരുന്നു, മറ്റേ ആളിന് മാടമായിരുന്നു. അയാൾ അവിടെ ഇരിക്കുന്നു യേശുവിൻ്റെ അടുത്ത്. കണ്ടോ? എന്ത് കിട്ടുമെന്ന് പറഞ്ഞല്ല ആരാധിച്ച അപ്പനെ കിട്ടാനാ. അപ്പനെ ഒന്ന് കിട്ടിയാൽ ബാക്കി എല്ലാമായി. എത്രയൊക്കെ ആഗ്രഹം